ദിവ്യ, കഴിഞ്ഞ ഈ വിവാദമുണ്ടായതിനു ശേഷം ഇ.പി. ജയരാജൻ നൽകിയ മറുപടി, ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, താൻ ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. അതേ നിലപാട് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണോ? കൂടുതൽ എന്തെങ്കിലും അദ്ദേഹം ഒരു വിശദീകരണമായി നൽകുന്നുണ്ടോ? ദിവ്യ, ഇന്നലെ ഇ.പി. ജയരാജൻ ഈ പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പാലക്കാട് എത്തിയപ്പോഴും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. താൻ ഇത്തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നലെ രാവിലെ വാർത്താമാധ്യമങ്ങളിലൂടെയാണ് തന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞത്. പക്ഷെ അതിന്റെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് താൻ ഇപ്പോഴും പുസ്തകം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. ഇദ്ദേഹം പുസ്തകം എഴുതാൻ താൻ തന്നെയാണ് പുസ്തകം എഴുതുന്നത്, ഇതിന്റെ ഭാഷാശുദ്ധി വരുത്താൻ മറ്റൊരാളെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വഴി പുസ്തകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ചോർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ചോർന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ഡി.സിക്ക് വക്കീൽ നോട്ടീസ് മാത്രമാണ് അയച്ചിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ഡി.സിക്കെതിരെ പരാതി നൽകേണ്ടതല്ലേ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒഴിഞ്ഞു പറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത്. ഡി.സിക്കെതിരെ നിലവിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർക്ക് താൻ ഒരു തരത്തിലുള്ള കരാർ ഏർപ്പെടുത്തിയിട്ടില്ല, താനും അവരുമായി ഒരു തരത്തിലുള്ള കരാറുമില്ല, പുസ്തകം ഇപ്പോഴും അതിന്റെ പണിപ്പുരയിൽ തന്നെയാണ് എന്നാണ് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത്. പക്ഷേ അതേസമയം ഡി.ജി.പിക്ക് നൽകിയ പരാതിയിൽ തന്റെ ആത്മകഥ എന്ന പേരിൽ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നു. അതിൽ താൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് താൻ പരാതി കൊടുത്തിട്ടുള്ളത് എന്നും കൂടി ഇ.പി. പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡി.സിക്കെതിരെ പരാതി നൽകുന്നില്ല എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും കട്ടൻ ചായയും പരിപ്പുവടയും എന്ന രീതിയിൽ തന്റെ ആത്മകഥ ഒരിക്കലും ആ ഒരു പേരിൽ എങ്ങനെയാണ് താൻ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ പോലും കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്നലെ കേരളം 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. ചേലക്കരയിലും വയനാട്ടിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് CPM-നെ കരിവാരിത്തേക്കാൻ, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കരിവാരിത്തേക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആരോപണവും വിവാദവും ഉണ്ടായതെന്നും ഇ.പി. പറയുന്നുണ്ട്. അപ്പോൾ പോലും എങ്ങനെയാണ് ഇത് ചോർന്നത് എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് കൃത്യമായ ഒരാളിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിൽ കൃത്യമായി നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല. ഇത് ഭാഷാശുദ്ധി വരുത്താൻ ഏൽപ്പിച്ച ആളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അല്ലെങ്കിൽ സൂത്രത്തിൽ ആരെങ്കിലും ഇവ കൈക്കലാക്കിയിട്ടുണ്ടോ, ആ ചിത്രങ്ങളടക്കം, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങളടക്കമായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. അങ്ങനെ വളരെ അത്രയധികം പ്രാധാന്യമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം കൂടുക തന്നെയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ചിത്രങ്ങളടക്കമുള്ള ഭാഗങ്ങൾ പുറത്തുപോയത് എന്നതിലടക്കമുള്ള പരിശോധന ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇന്നലെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാന വിമർശനങ്ങൾ അത് സ്വതന്ത്രരെ കുറിച്ചായിരുന്നു. PV അൻവറിനെതിരെയും അതുപോലെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി സരിനെതിരെയും ആ പുസ്തകത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രർ പാർട്ടിക്ക് വയ്യാവേലികളാകുന്നു എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനമായിരുന്നു. അപ്പോൾ ഇന്ന് അത്തരം പരാമർശങ്ങളിന്മേലുള്ള ഇ.പി. ജയരാജന്റെ മറുപടി എന്തായിരുന്നു? സ്വതന്ത്രർ ഒരിക്കലും വയ്യാവേലികളല്ല, പ്രത്യേകിച്ച് സരിന് ഒരിക്കലും വയ്യാവേലി അല്ല. അദ്ദേഹം മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇ.പി.യുടെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ. ഉത്തമനായ, പാലക്കാടിന് ലഭിക്കാൻ പോകുന്ന ഉത്തമനായ ഒരു നേതാവാണ് പി സരൻ എന്നായിരുന്നു ഇ.പി. ജയരാജൻ പറഞ്ഞത്. അദ്ദേഹം പാലക്കാട് ജയിക്കുകയാണെങ്കിൽ തന്നെ അത് പാലക്കാടിന്റെ വികസനത്തിന് അദ്ദേഹം മുൻതൂക്കം നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം കോൺഗ്രസിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഇടതുപക്ഷ മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പല പ്രശ്നങ്ങളും, അതായത് ഈ വർഗീയ ശക്തികളുമായിട്ടുള്ള ചേരിചേരൽ, അതുകൊണ്ട് തന്നെയാണ് സരിൻ CPM-ലേക്ക് ഇടതുപക്ഷത്തോട് ചേർന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ പുസ്തകത്തിലെ പരാമർശങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായ പ്രതികരണങ്ങളാണ് അദ്ദേഹം ഇന്നും നൽകിയത്. സരിനെ അത്രത്തോളം വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഇ.പി.യുടെ സംസാരമെല്ലാം. കാരണം അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങൾ, സരിൻ എങ്ങനെയാണ് പഠിച്ചു വന്നത്, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹം ഇതുവരെ ജോലി ചെയ്തിരുന്ന കാലം, അദ്ദേഹത്തിന് ജോലി പോലും രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ സകല രീതിയിലും
സരിന് ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് കണ്ടത്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം സരിനെ വിളിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ആ പുസ്തകത്തിലെ പരാമർശങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായ ഒരു ഘടകവിരുദ്ധമായാണ് അദ്ദേഹം